ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്നൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കിയാലോ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള പുഡിങ്ങാണ്. പാല്, പഞ്ചസാര, മുട്ട, വാനില എസൻസ് ഇത്രയും മതി. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അതിനായിട്ട് നമുക്ക് ആദ്യം പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ ചൂടായി വന്ന സമയത്ത് അതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത പാടെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വരും. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇതിങ്ങനെ പഞ്ചസാര ഇട്ട സമയത്ത് ഫ്ലെയിം കൂട്ടി കൊടുക്കുക. എന്നിട്ട് ചെറിയ കളർ വന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. പഞ്ചസാരയൊക്കെ മെൽറ്റായ ശേഷം ഒരു ഗോൾഡൻ കളർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. നല്ലോണം ഡാർക്ക് കളർ ആവരുത്. ഇതായി ഒരു കളറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. പെട്ടെന്ന് തന്നെ അത് ആ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കും വേണം. പെട്ടെന്ന് തന്നെ ഇത് ഇരുന്ന് ഉറച്ചു പോകും. അതിനാണ് പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് പറയണം കേട്ടോ. ഞാനിപ്പോൾ ഇത് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. വീണ്ടും പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. ആദ്യം ചെയ്ത പോലെ തന്നെ ആദ്യം ഹൈ ഫ്ലെയിമിലിടുക. എന്നിട്ട് ചെറിയ കളർ വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നല്ലപോലെ ഡാർക്ക് കളർ ആവരുത് കേട്ടോ. അപ്പോൾ ഒരു കയ്പ്പ് രസം വരും. ഇങ്ങനെ ആയ ശേഷം ഞാനിതിലേക്ക് ഒരു പാക്കറ്റ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് പാല് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ പഞ്ചസാര കാരമൽ ചെയ്തത് ഭയങ്കര ഹാർഡായിട്ട് ഇങ്ങനെ കട്ടിയായിട്ട് വരും കേട്ടോ. അത് കുഴപ്പമില്ല. നമ്മളിത് ഇങ്ങനെ വീണ്ടും ചൂടാക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് വീണ്ടും അലിഞ്ഞ് വരും. പാല് ചേർത്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഇളക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ പാറ പോലെ ഉറച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അതിങ്ങനെ ഉരുകി വരും. ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നല്ലപോലെ വീണ്ടും മെൽറ്റായിട്ട് ഇതുപോലെ കളറൊക്കെ ചേഞ്ചായി നമ്മുടെ പാല് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഞാനിതൊരു അരിപ്പയിലൂടെ അരിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി കാരമൽ ചെയ്ത പഞ്ചസാരയുടെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. ഇനി ഇതിലേക്ക് 3 മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു ബൗളിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് കലക്കി കൊടുക്കുക. ആ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. ഞാൻ ആ ബൗളിലിട്ടിട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ കുറച്ചുകൂടി വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടിച്ച് പതപ്പിച്ചെടുത്ത മുട്ടയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഇല്ലേ, അത് ആ ചൂടോട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. അത് ചൂടുള്ളതായതുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി ഈ മിക്സ് നമുക്ക് അതേ ചൂടോട് തന്നെ നമ്മൾ ആദ്യം പുഡിങ് സെറ്റ് ചെയ്യാൻ വെച്ച പാത്രമില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഇഡ്ഡലി ചെമ്പിലാണ് ഞാൻ ആവി കയറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ പുഡിങ്ങിൻ്റെ ഈ മിക്സ് ഒഴിച്ചു കൊടുത്ത പാത്രം ഒന്ന് മൂടി വെക്കണം കേട്ടോ. അതിന് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഇഡ്ഡലി ചെമ്പിൻ്റെ മൂടിക്കും ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഏകദേശം 25-30 മിനിറ്റോളം അത് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്കിതൊന്ന് തൊട്ട് നോക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്. ഇത് നല്ല കല്ല് പോലെ ഉറച്ചിരിക്കുന്ന ഒരു പുഡിങ്ങൊന്നുമല്ല കേട്ടോ. നല്ല പ്ലബ്ലാന്നുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇത് തൊട്ട് നോക്കുന്ന സമയത്ത് താഴ്ന്നു പോകണമെന്നില്ലെങ്കിൽ ഇതായിട്ടുണ്ട് എന്നാണ്.
ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. ഞാൻ അത് എടുത്ത ശേഷം ചൂടാറിയ ശേഷം നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റുന്നത് കേട്ടോ. ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് കമഴ്ത്തി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമ്മുടെ പുഡിങ് അതൊന്ന് വിട്ട് കിട്ടും കേട്ടോ. അയ്യവാ, നമ്മുടെ അടിപൊളി പുഡിങ് റെഡി ആയിട്ടുണ്ട്. പുഡിങ് ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വായിലിട്ട് അങ്ങനെ അലിഞ്ഞു പോകുന്ന പുഡിങ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സംഭവമാണ്. ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ലൈക്കും കമൻറ്റൊക്കെയാണ് നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.